10ാം ക്ലാസ്സിലെ സമാന്തര ശ്രേണി എന്നുള്ള ചാപ്റ്ററിലെ അടുത്തൊരു പ്രോബ്ലമാണ് പ്രോബ്ലം നമ്പർ 12. ചോദ്യം ഇങ്ങനെയാണ്: 11/8, 14/8, 17/8 എന്ന സമാന്തര ശ്രേണിയിലെ പൂർണ്ണസംഖ്യാ പദങ്ങളുടെ ശ്രേണി എഴുതുക. ഇത് സമാന്തര ശ്രേണിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ശ്രേണിയിലെ പൂർണ്ണസംഖ്യാ പദങ്ങൾ എഴുതണം, അതിൻ്റെ ശ്രേണി എഴുതണം, എന്നിട്ട് അതൊരു സമാന്തര ശ്രേണിയാണോ എന്ന് പരിശോധിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ n-ാം പദം എഴുതാം. ഓക്കെ, എങ്ങനെ n-ാം പദം എഴുതുക? xn സമം dn പ്ലസ് f മൈനസ് d അല്ലേ. അപ്പോൾ ഇവിടെ d എന്ന് പറയുന്നത് ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? 3/8 ആണ് അല്ലേ. 11/8, 14/8, 17/8 എന്ന് പറയുമ്പോൾ 3/8 ആണ് പൊതുവ്യത്യാസം വരുന്നത്. ആദ്യ പദം എത്രയാണ്? 11/8 ആണ്. നമുക്ക് അതിൻ്റെ വാല്യൂസ് കൂടെ കൊടുക്കുമ്പോൾ 3/8n പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ 11/8 മൈനസ് 3/8. അപ്പോൾ എന്ത് വരും? 3n/8 പ്ലസ് 11/8 മൈനസ് 3/8 പറയുമ്പോൾ 8/8 എന്ന് വരും. അതായത് 3n/8 പ്ലസ് 1 എന്ന് വരും. ഓക്കെ, ഇനി ഈ ശ്രേണിയിലെ പൂർണ്ണസംഖ്യാ പദങ്ങൾ എഴുതണമെങ്കിൽ നമുക്കിവിടെ n-ന് എന്ത് ചെയ്യാം? വിലകൾ നൽകാം അല്ലേ. 1-ാം പദം കിട്ടണമെങ്കിൽ നമ്മളിവിടെ n-ന് 1 കൊടുത്താൽ മതി, 2-ാം പദം കിട്ടണമെങ്കിൽ 2 കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്താൽ നമുക്ക് ശ്രേണിയിലെ പദങ്ങൾ എഴുതാൻ പറ്റും. പക്ഷെ നമുക്ക് വേണ്ടത് ശ്രേണിയിലെ എല്ലാ പദങ്ങളല്ല എഴുതേണ്ടത്, പൂർണ്ണസംഖ്യാ പദങ്ങളാണ് എഴുതേണ്ടത് അല്ലേ. നമുക്കൊരു പൂർണ്ണസംഖ്യ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 3n/8 പ്ലസ് 1 ആണ്. അപ്പോൾ n എന്ന് പറയുന്നത് 8ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ നമുക്ക് താഴെയുള്ള 8 ക്യാൻസൽ ആയി പോകുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഓക്കെ, 8ൻ്റെ ഈ n-ന് 8ൻ്റെ ഗുണിതങ്ങളായിട്ട് കൊടുക്കുക. അപ്പോൾ 8-ാം പദം എന്താ വരിക? 3 × 8/8 പ്ലസ് 1. അപ്പോൾ 8 ക്യാൻസലായി, 3 പ്ലസ് 1 4 വരും അല്ലേ, 4 വരും. ഇനി ഇവിടെ n-ന് 8ൻ്റെ അടുത്ത ഗുണിതം കൊടുക്കുക. x16 എന്ത് വരും? 3 × 16/8 പ്ലസ് 1 ആണ് വരിക. അപ്പോൾ 3 × 2 പ്ലസ് 1 6 പ്ലസ് 1 7 വരും. ഓക്കെ, അടുത്തത് 24 കൊടുക്കുക. x24 സമം 3 × 24/8 പ്ലസ് 1. ഇവിടെ എന്ത് വരും? 3 × 3 പ്ലസ് 1 9 പ്ലസ് 1 10 വരും. ഓക്കെ, അപ്പോൾ പൂർണ്ണസംഖ്യ ഏതൊക്കെ വരിക? 4 7 10 ഇതിങ്ങനെ പോവും. ഓക്കെ, 4 7 10 എന്നിങ്ങനെ പോവും. അപ്പോൾ ഇതാണ് പൂർണ്ണസംഖ്യാ പദങ്ങളുടെ ശ്രേണി. ഓക്കെ, പൂർണ്ണസംഖ്യാ പദങ്ങളുടെ ശ്രേണി, പൂർണ്ണസംഖ്യാ പദങ്ങളുടെ ശ്രേണി എന്ന് പറയുന്നത് 4, 7, 10 ആണ്. ഇനി ഇതൊരു സമാന്തര ശ്രേണി ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു സമാന്തര ശ്രേണിയാണ്. ആദ്യ പദം 4ഉം പൊതുവ്യത്യാസം 3ഉം ആയിട്ടുള്ള സമാന്തര ശ്രേണിയാണ് 4, 7, 10 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണ് എന്ന് നമുക്കിവിടെ എഴുതാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി അടുത്തത് 13ാമത്തെ പ്രോബ്ലമാണ്. ഓക്കെ, എന്താണ് ചോദ്യം? ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 ആകുന്ന 3 സമാന്തര ശ്രേണികൾ എഴുതണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 ആകുന്ന 3 സമാന്തര ശ്രേണി എഴുതുമ്പോൾ നമുക്കറിയാം 1 2 3 4 5 പദങ്ങളുണ്ട്. ഈ 5 പദങ്ങളുടെ തുക 30 ആണ് അല്ലേ. അപ്പോൾ മധ്യപദം എന്താ വരിക? മധ്യപദം എന്ന് പറയുന്നത് തുക ബൈ പദങ്ങളുടെ എണ്ണമാണ്. തുക 30 ആണ്, പദങ്ങളുടെ എണ്ണം 5 ആണ്. അപ്പോൾ 6 ആണ് മധ്യപദം വരിക. നമ്മളവിടെ 6 എന്ന് മധ്യപദം കൊടുക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു എന്ത് ചെയ്യാം, പൊതുവ്യത്യാസം എടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം 2 എടുത്തു, 2 കൂട്ടി എന്ത് ചെയ്തു? 8 എടുത്തു, 10. 2 കുറച്ച് ഇങ്ങോട്ട് 2 കൂട്ടി എഴുതി, ഇങ്ങോട്ട് 2 കുറച്ച് എഴുതുക. 4 2. അപ്പോൾ എന്ത് വരും? 2 4 6 8 10 ഒരു ശ്രേണി കിട്ടി അല്ലേ. ഇതിൻ്റെ തുക എന്തായിരിക്കും? 30 ആയിരിക്കും. നമുക്ക് നോക്കാം. 2 + 4 6, 6 + 6 12, 12 + 6 20 അല്ലേ.
12 പ്ലസ് 6 12 പ്ലസ് 8 20 20 പ്ലസ് 10 30 തുക 30 വന്നില്ലേ, ശ്രേണിയും കിട്ടി. ഇപ്പോൾ വ്യത്യാസം രണ്ടും ആദ്യപദം രണ്ടായിട്ടുള്ള ശ്രേണിയാണ് നമുക്ക് വരുന്നത്. ഇനി ഇതുപോലെ തന്നെ മധ്യപദം 6 എടുക്കുക. തുക 6 വേണമല്ലോ, അല്ല തുകയിൽ 30 വേണമല്ലോ, അപ്പോൾ മധ്യപദം 6 എടുക്കുക. എന്നിട്ട് ഇവിടെ എന്താണ്, ഞാനിവിടെ ആദ്യത്തിൽ 2 പൊതു വ്യത്യാസം എടുത്ത് അതിലെന്ത് ചെയ്യുക, വേറൊരു പൊതു വ്യത്യാസം എടുക്കുക. ഞാൻ തൽക്കാലം 4 എടുക്കുന്നു. 6 പ്ലസ് 4 10, 10 പ്ലസ് 4 14. ഇങ്ങോട്ട് 4 കുറയ്ക്കുമ്പോൾ 6 നിന്ന് 4 പോയാൽ 2, എഗെയിൻ 2 നിന്ന് 4 പോയാൽ -2. ഇങ്ങനെ ഒരു ശ്രേണി കിട്ടും. ഓക്കെ, ഇതിൻ്റെയും തുക എന്തായിരിക്കും, 30 ആയിരിക്കും. ഇങ്ങനെ എത്ര വേണമെങ്കിൽ നമുക്ക് എഴുതാം. എന്ത് ചെയ്യാം, മധ്യപദം 6 കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു പൊതു വ്യത്യാസം എടുത്ത് മധ്യപദത്തിനോട് കൂട്ടി എഴുതുകയും മധ്യപദത്തിന് കുറച്ച് എഴുതി കഴിഞ്ഞാൽ ഇതുപോലെ സമാന്തര ശ്രേണി എന്താണ് എഴുതാൻ പറ്റും. ഇവിടെ 6 എടുക്കാം. ഞാൻ 5 പൊതു വ്യത്യാസം എടുത്തു. 11 16. ഓക്കെ, 5 കുറയ്ക്കുമ്പോൾ 1 -4. ഇനി ഒന്നും കൂടി ഉണ്ടാക്കാം. 6 1 കൂട്ടി 7 8. ഇവിടെ 1 കുറച്ചാൽ എന്ത് വരും, 5 4. അങ്ങനെ എത്ര സമാന്തര ശ്രേണി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം പ്രോബ്ലം നമ്പർ 14. ചോദ്യം ഇങ്ങനെയാണ്: ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 1ഉം ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100ഉമാണ്. ശ്രേണിയിലെ ആദ്യത്തെ 4 പദങ്ങൾ കണക്കാക്കുക. അപ്പോൾ ആദ്യ പദം 1ആണ് അല്ലേ, ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100ആണ്. അപ്പം കൂടെ പൊതു വ്യത്യാസം അറിയില്ല. അപ്പം ഞാൻ ആദ്യ പദം 1 ആയതുകൊണ്ട് രണ്ടാമത് എന്ത് ചെയ്യാം, 1 പ്ലസ് ഡി എന്ന് കൊടുക്കാം അല്ലേ. രണ്ടാമത് 1 പ്ലസ് ഡി അല്ലേ വരിക അല്ലേ, പൊതു വ്യത്യാസം കൂട്ടുമ്പോൾ. മൂന്നാമത് എന്താ വരിക, 1 പ്ലസ് 2d അല്ലേ. നാലാമതും 1 പ്ലസ് 3d. ഡി എന്ന് പറയുന്നത് പൊതു വ്യത്യാസം. അപ്പോൾ ആദ്യത്തെ പദം 1, അതിനോട് കൂടി പൊതു വ്യത്യാസം കൂട്ടുമ്പോൾ 1 പ്ലസ് ഡി, വീണ്ടും പൊതു വ്യത്യാസം കൂട്ടുമ്പോൾ 1 പ്ലസ് 2d, വീണ്ടും പൊതു വ്യത്യാസം കൂട്ടുമ്പോൾ 1 പ്ലസ് 3d. അപ്പോൾ 4 പദം കിട്ടി. ഇതിൻ്റെ തുകയാണ് എത്ര, 100. അതായത് 1 പ്ലസ് ഡി പ്ലസ് 1 പ്ലസ് 2d പ്ലസ് 1 പ്ലസ് 3d. ഇതാണ് എത്ര, 100. ഓക്കെ, അപ്പോൾ 1 എല്ലാം കൂട്ടുമ്പോൾ വരും 1 2 3 4. 4 പ്ലസ് ഡി 2d 3d 3d പ്ലസ് 3d 6d അല്ലേ. 4 പ്ലസ് 6d സമം 100. അപ്പോൾ 6d എന്താ വരിക, 100 മൈനസ് 4 96 വരും അല്ലേ. അപ്പോൾ 6d സമം 96. അപ്പോൾ ഡി എന്ത് വരും, 96/6 വരിക. ഇപ്പോൾ ഡി 16 കിട്ടും. ഡി എന്ത് കിട്ടും, 16 കിട്ടും. അപ്പോൾ ശ്രേണി എന്ത് വരിക, നമ്മളിവിടെ 1 പ്ലസ് ഡി 1 പ്ലസ് 2d 1 പ്ലസ് 3d അല്ലേ. നമുക്ക് അത് ശ്രേണി എഴുതാം. ശ്രേണി എന്ത് വരും, ആദ്യത്തെ 1, പിന്നെ 1 പ്ലസ് ഡി ആണ് 16 പൊതു വ്യത്യാസം. അപ്പോൾ 17, വീണ്ടും പൊതു വ്യത്യാസം കൂട്ടുമ്പോൾ 33, പിന്നെയും പൊതു വ്യത്യാസം കൂട്ടുമ്പോൾ 49. അപ്പോൾ ശ്രേണി 1 പ്ലസ് 1, 17, 33, 49. ഓക്കെ, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 100 കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമ്പർ 15. ചോദ്യം ഇങ്ങനെയാണ്: ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത് ഏതു 4 പദങ്ങൾ എടുത്താലും രണ്ടറ്റത്തുള്ള പദങ്ങളുടെ തുക നടുക്കുള്ള 2 പദങ്ങളുടെ തുകയാണെന്ന് തെളിയിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത് ഏത് 4 പദങ്ങൾ എടുത്താലും നമുക്ക് ആദ്യം അടുത്തടുത്ത് 4 പദങ്ങൾ എടുക്കാം. ആദ്യത്തെ പദം എക്സ് അല്ലെങ്കിൽ എഫ് അല്ലേ, പിന്നെ എഫ് പ്ലസ് ഡി അല്ലേ. പൊതു വ്യത്യാസം കൂട്ടി ആദ്യ പദത്തോട്. ഞാനിവിടെ എഫ് ഉദ്ദേശിക്കുന്നത് ആദ്യ പദമാണ് കേട്ടോ. ഓക്കെ, ചിലർ ആദ്യ പദത്തിനെ എക്സ് എന്നോ അല്ലെങ്കിൽ എ എന്നൊക്കെ എടുക്കാറുണ്ട്. ഞാനിവിടെ എഫ് എന്ന് എടുത്തു മാത്രം. എഫ് പ്ലസ് ഡി, എഫ് പ്ലസ് 2d, എഫ് പ്ലസ് 3d അല്ലേ. ഇതാണല്ലോ അടുത്തടുത്ത 4 പദങ്ങൾ. ഓക്കെ, ഇനി എന്താ വേണ്ടത്, ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത് ഏത് 4 പദങ്ങൾ എടുത്താലും രണ്ടറ്റത്തുള്ള പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എഫിൻ്റെയും എഫ് പ്ലസ് 3dയുടെയും എഫ് പ്ലസ് 3d രണ്ടറ്റത്തുള്ള 2 പദങ്ങളുടെ തുക എടുത്തു. അപ്പോൾ 2f പ്ലസ് 3d എന്ന് വരും അല്ലേ. രണ്ടറ്റത്തുള്ള പദങ്ങളുടെ തുക നടുക്കുള്ള 2 പദങ്ങൾ, നടുക്കുള്ള 2 പദം ഏതാ, ഇതാണ്. ഓക്കെ, ഇത് രണ്ടറ്റത്തുള്ള
പദങ്ങളുടെ തുകയാണ്. എന്താണ് രണ്ടറ്റത്തുള്ള പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 2f + 3d എന്ന് കിട്ടി. ഇനി നടുക്കുള്ള പദങ്ങളുടെ തുക എന്താ വരിക? f + d + f + 2d അല്ലേ? ഇതാണ് നടുക്കുള്ള പദങ്ങൾ. f + d യും f + 2d യും ആണ് നടുക്കുള്ള പദങ്ങൾ. അപ്പം എന്ത് വരും? 2f + 3d എന്ന് കിട്ടും അല്ലേ? അതായത് രണ്ടറ്റത്തുള്ള പദങ്ങളുടെ തുക 2f + 3d ആണ്. നടുക്കുള്ള പദങ്ങളുടെ തുകയും 2f + 3d ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതായത് രണ്ടറ്റത്തുള്ള പദങ്ങളുടെ തുകയും നടുക്കുള്ള രണ്ട് പദങ്ങളുടെ തുകയും തുല്യമാണെന്ന് ഇതോടെ എന്താണ് തെളിഞ്ഞു. ഓക്കെ, യെസ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. നമ്മൾ 12, 13, 14, 15 ചോദ്യങ്ങളുടെ ആൻസറോടെ എഴുതിയിട്ടുണ്ട്. ഇനി മുന്നുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്തിട്ട് പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷമുള്ള ചോദ്യങ്ങളും ആൻസർ നമ്മൾ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ചോദ്യങ്ങൾ മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.